ഹായ് സ്വീറ്റീസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പണ്ടൊക്കെ പല ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ എനിക്കിപ്പോഴാണ് ഒരു ധൈര്യം വന്നത് കേട്ടോ. ആക്ച്വലി ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ എന്നാണ്. അപ്പോൾ നമ്മൾ ബേസ് കോട്ടായിട്ട് നമ്മൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഐ ഷാഡോ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് കണ്ണിലും അടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു അൺഈവൻ ടോണൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ഒരു ഫ്രഷ് ലുക്ക് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിലെ ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും ആയിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടില്ല, ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് സെയിം പാലറ്റിൽ നിന്ന് തന്നെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഇന്നർ കോർണറും ഔട്ടർ കോർണറും ഓൾറെഡി ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്ന നടുഭാഗത്ത് മെർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഓവറില്ലാത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടും കേട്ടോ. ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കാജലെടുത്തിട്ട് നീട്ടി വലിച്ച് എഴുതുന്നുണ്ട്. ഇന്നർ കോർണറിൽ എഴുതുന്നുണ്ട്, ഔട്ടർ കോർണറിൽ എഴുതുന്നുണ്ട്. പിന്നെ നമ്മൾ വാട്ടർ ലൈൻ മുകളിലും താഴെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കതൊരു കുറച്ച് ടാസ്ക്കാണ്, അപ്പം ഞാനത് സ്കിപ്പ് ചെയ്തു. എന്നിട്ട് മുകളിലത്തെയും താഴത്തെയും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നന്നായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം കേട്ടോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു കാജലാണെങ്കിൽ അടിപൊളിയായിട്ട് പോവും. എന്നിട്ട് നമുക്ക് ഇതുപോലെ മുകളിൽ എഴുതി കൊടുക്കാം, നല്ല കട്ടിക്ക് എഴുതി കൊടുക്കണം. പെർഫെക്റ്റ് ആയിട്ട് വരണം എന്ന് ഇല്ല കേട്ടോ, കാരണം നമുക്ക് അത് ഒരു ഷെയ്ഡ് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഇല്ലെങ്കിൽ നമ്മളെ നോർമൽ കാജൽ വെച്ചിട്ട് തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് അത്ര നേരം ലാസ്റ്റ് ചെയ്യും എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബെറ്റർ ഐ ഷാഡോ തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഐസും അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്ത് എഴുതി കൊടുക്കുന്നുണ്ട്. അത് നല്ല ബ്ലാക്ക് കളറിൽ തന്നെ എഴുതി കൊടുക്കുക കേട്ടോ. മുകളിലും താഴെയും ഗ്യാപ്പ് വരാത്ത രീതിയിൽ നന്നായിട്ട് നമ്മൾ ബ്ലൻഡ് ചെയ്യുന്ന സമയത്തും ഒരു ഗ്യാപ്പ് പോലും കാണാത്ത രീതിയിൽ നന്നായിട്ട് എഴുതി കൊടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ ഒരു 50% കഴിഞ്ഞു കേട്ടോ. പിന്നെ സെയിം പാലറ്റിൽ നിന്ന് ഒരു ബ്ലാക്ക് കളറ് ഐ ഷാഡോ എടുത്തിട്ട് നമ്മൾ താഴെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്മോക്കി ലുക്ക് മാത്രമല്ല കേട്ടോ, നമുക്കത് എന്താ പറയുക, ഒരു ഭയങ്കര ബോൾഡ് ലുക്ക് വരും. അപ്പോൾ ഈ സെലിബ്രിറ്റി മേക്കപ്പ് ലുക്കൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കൂടുതലായിട്ട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഒരു ഐറ്റക്സിൻ്റെ ഐലൈനർ എടുക്കുന്നുണ്ട്, മസ്കാര തപ്പിയിട്ട് കാണാനില്ല കേട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറിന് ഭയങ്കര തിക്കായിട്ടുള്ള ഐബ്രോസ് ആണല്ലോ, ഞാനിപ്പോൾ ലാഷസ് ഒന്നും എക്സ്ട്രാ വെക്കുന്നില്ല, എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ 2-3 കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മസ്കാര എനിക്ക് തോന്നുന്നു അനിയത്തി എടുത്തുകൊണ്ട് പോയതാണ്, ഇനി തപ്പാൻ മടി. അപ്പോൾ നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മുകളിലും താഴെയായിട്ട് മസ്കാരായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ ഒരു 70% കഴിഞ്ഞു. ഇത് അത്രയും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നു അത്രയും നല്ലതാണ്. നമ്മുടെ ലാഷസൊക്കെ ഒന്ന് വിരിഞ്ഞിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലൊന്നും പോരാഞ്ഞിട്ട് പിന്നെയും ഒരു കോട്ടും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐലൈനർ എത്ര അടിച്ചു കൊടുക്കുന്നു അത്രയും നല്ലതാണ്, പക്ഷെ തിന്നായിട്ട് വേണം അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്മഡ്ജ് ചെയ്ത പോർഷനിലേക്ക് അധികം ആവരുത് കേട്ടോ. അതും കൂടി ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം.
എനിക്കറിയാം ഇത് നയൻതാരയുടെ ലുക്കുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ആളൊരു ലേഡി സൂപ്പർ സ്റ്റാറാണ്. ഞാൻ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.